മൊഗ്രാലിൽ മാനസിക വെല്ലുവിളികൾ നേരിടുന്നവരുടെ എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നു. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ മാത്രം മാനസിക വൈകല്യം ബാധിച്ചത് 37 പേർക്ക്. എണ്ണം ക്രമാതീതമായി വർദ്ധിക്കുന്നത് ആശങ്കയുയർത്തുന്നു. 1/2 കിലോമീറ്റർ ചുറ്റളവിൽ മനോവൈകല്യമുള്ള 37 പേരാണുള്ളത്. എന്നാൽ അസാധാരണമായ സ്ഥിതിവിശേഷത്തിന് കാരണമെന്താണെന്ന് ഇതുവരെ കണ്ടെത്താനായിട്ടില്ല. ഇത് ഏതെങ്കിലും എൻഡോസൾഫാൻ ദുരിതബാധിത ഗ്രാമത്തിൽ നിന്നുള്ള പതിവ് ദൃശ്യമല്ല, മറിച്ച് കാസർകോട്ടെ തന്നെ മൊഗ്രാൽ പുത്തൂർ പഞ്ചായത്തിൽ നിന്നുള്ള അസാധാരണമായ കാഴ്ചകളാണ്. ഇത്തരത്തിൽ സാധാരണ ജീവിതം നഷ്ടപ്പെട്ട 37 പേരാണ് ഈ 1/2 കിലോമീറ്റർ ചുറ്റളവിൽ ഉള്ളത്. മൊഗ്രാൽ പഞ്ചായത്തിൽ ഇങ്ങനെ മാനസിക വെല്ലുവിളി നേരിടുന്ന 178 പേരുണ്ടെന്നാണ് ഈയിടെ നടത്തിയ പഠനത്തിൽ വ്യക്തമായത്. മാനസിക വെല്ലുവിളി നേരിടുന്നവരുടെ ഏറ്റവും കൂടിയ സാന്ദ്രത കാണുന്നുള്ളത് വളരെ വ്യക്തമാണ്. കാരണം ഒരു 3/4 കിലോമീറ്റർ ചുറ്റളവിൽ തന്നെ 30-ലധികം ആൾക്കാർ മാനസിക വെല്ലുവിളി നേരിടുന്നവരുണ്ട്. മൊഗ്രാൽ പുത്തൂർ ഗവൺമെന്റ് ഹയർ സെക്കൻഡറി സ്കൂൾ നിൽക്കുന്ന പഞ്ചത്തുകുന്നിന്റെ ചുറ്റുപാടും 30-ലധികം ആൾക്കാരെ തന്നെ നമുക്ക് വളരെ പെട്ടെന്ന് ചൂണ്ടിക്കാണിച്ചു തരാൻ പറ്റുന്ന രീതിയിൽ തന്നെയുണ്ട്. പഞ്ചായത്തിലെ കോട്ടക്കുന്ന്, എരിയാൽ, പഞ്ചത്തുകുന്ന്, കോട്ടവളപ്പ്, കമ്പാർ തുടങ്ങിയ പ്രദേശങ്ങളിലാണ് കൂടുതൽ രോഗികളുള്ളത്. ഇതിൽ തന്നെ കൂടുതൽ പേർ കേന്ദ്ര തോട്ടവിള ഗവേഷണ കേന്ദ്രത്തിന്റെ സമീപ പ്രദേശമായ എരിയാലിലാണ്. മിക്കവരും 5-നും 20-നും ഇടയിൽ പ്രായമുള്ളവരാണ്. ഒരു പഞ്ചായത്തിൽ മാത്രം ഇത്രയധികം രോഗികളുണ്ടായതിന്റെ കാരണമെന്തെന്ന് വ്യക്തമല്ല. ഇതിനെക്കുറിച്ച് ശാസ്ത്രീയമായ പഠനം വേണമെന്ന ആവശ്യം ഉയരുന്നുണ്ട്. കണ്ണേ മടങ്ങുക, കാസർഗോഡിന്റെ ദുരന്ത ചിത്രങ്ങൾ മായുന്നില്ല. പ്ലാന്റേഷൻ മേഖലയിലെ എൻഡോസൾഫാൻ ദുരന്തത്തിന് സമാനമായ ചിത്രങ്ങൾ തന്നെയാണ് ഇവിടെയും. മൊഗ്രാൽ പുത്തൂരിലെ ഒരു വീട്ടിൽ നിന്നും ക്യാമറമാൻ ലിമേഷ് ചെറുപാഴ്ചയ്ക്കൊപ്പം സമീർ പി മുഹമ്മദ്, റിപ്പോർട്ടർ.